ഉണ്ടാക്കി അത് പിന്നെ ഷോറൂമിലേക്ക് തന്നെ കൊടുത്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ക്യാഷും പിന്നെ കുറച്ചും കൂടി എടുത്തിട്ട് ഇൻഷാല്ലാ ഞാനൊരു വണ്ടി എടുത്ത് ഭയങ്കര വലിയൊരു ആഗ്രഹമായിരുന്നു എൻ്റെ ഒരു വണ്ടി എടുക്കണം എന്നുള്ളത്. അപ്പോൾ ഞാൻ പുതിയ വണ്ടി എടുത്ത് അപ്രിലിയ 160. അതെൻ്റെ എപ്പോഴും മെറിക്കോളുള്ള ഒരു ഹാപ്പിസ്റ്റ് മൊമെൻ്റ് ആണ്. അത്ര ആഗ്രഹിച്ച് നേടിയതാണ് ഞാൻ. അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങൾ നമ്മൾ ആഗ്രഹിക്കാൻ നടക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അതോടൊപ്പം തന്നെ നമുക്കറിയാം ഈ നമ്മൾ പറഞ്ഞതിൽ സംസാരിച്ചതിൽ ഏറെക്കുറെ ഒരു സമൂഹത്തിലേക്ക് പെൺകുട്ടി ഇറങ്ങി വരുമ്പോൾ അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോഴേക്ക് അത് കലാരംഗത്തായിക്കോട്ടെ അല്ലെങ്കിൽ ആക്റ്റീവായിട്ട് വരുമ്പോഴായിക്കോട്ടെ അതിനെ വിമർശിക്കുന്ന ഒരു കൂട്ടം സമൂഹമുണ്ട്. താങ്കൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അത്തരം വിമർശനോട് താങ്കൾക്ക് പറയാനുള്ളത് എന്താണ്? കാരണം അവിടെ ചിലപ്പോൾ നഷ്ടപ്പെടുന്ന ഒരു ജീവിതമായിരിക്കാം അല്ലെങ്കിൽ പലതും ആവാം. അപ്പൊ അതിനോട് പറയുമ്പോൾ തന്നെ അന്നെ കുറെ ആൾക്കാർ ഞാൻ കുറച്ച് പിന്നെ കമന്റ്സ് എല്ലാം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മാറ്റി വെക്കും. ബിക്കോസ് ഭയങ്കരമായിട്ട് ടച്ച് ചെയ്ത മീൻസ് നമ്മൾ ചെയ്യാത്ത കാര്യം കൂടി നമ്മൾ പറഞ്ഞ ഒരു ആൾക്കാരുണ്ട്. ഒരു ഇൻഡസ്ട്രിയിൽ വന്ന് അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റാഗ്രാമിൽ ആക്റ്റീവ് ആകുന്നുണ്ട്, ഒരു ടിക്ടോക്ക് ചെയ്യുന്നുണ്ട് എന്ന് വെച്ചിട്ട് പെൺകുട്ടികളെ ഒന്നും അങ്ങനെ എല്ലാം അങ്ങനെ പറയാൻ പാടില്ല എന്ന് പറയുമ്പോൾ ഞാൻ കേൾക്കുമ്പോൾ ചിലപ്പോൾ മെയിൻ്റെ ആക്കാതെ വിടുമായിരിക്കും. പക്ഷെ എല്ലാവരും അങ്ങനെ ചെയ്യണമെന്നില്ല. അവർക്കത് കണ്ട് ഡിപ്രഷനായി അത് വേറൊരു രീതിയിലേക്ക് മാറി അത് ചിലപ്പോൾ സൂയിസൈഡിലൊക്കെ പോയി ഒരു ജീവനില്ലാതാക്കുന്ന ഒരു പരിപാടിയാണ്. പറയുന്ന ആൾക്ക് ചെറിയൊരു വാക്കിൽ തീരുന്ന പ്രശ്നമായിരിക്കും, പക്ഷെ നമുക്കത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ആവുന്നുണ്ട്, ഇതാകുന്നുണ്ട്. ഇപ്പം ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അതിൽ നോക്കുമ്പോൾ അതിലൊരു 70% കമൻറ്റ്സ് നല്ലതായിട്ടുണ്ടാവും, പക്ഷെ ഒരു 30% ഭയങ്കര ബോറായിട്ടുണ്ടാവും. പക്ഷെ ഞാനത് മൈൻഡ് ആക്കലില്ല. എന്നാലും കുറേ എല്ലാം അല്ല ആൾക്കാരോട് പറയേണ്ടത്, അവർക്ക് പ്രശ്നമില്ലെങ്കിൽ അവരെ വീട്ടുകാർക്ക് ഫാമിലിക്ക് പ്രശ്നമില്ലെങ്കിൽ നിങ്ങൾക്കത് പ്രശ്നമാവേണ്ട കാര്യമില്ല. ബിക്കോസ് നമുക്ക് പിന്നെ ചിലവിനായെങ്കിലും എന്ന് തരുന്നത് വീട്ടിൽ നിന്ന് പുറത്തല്ല, വീട്ടിൽ നിന്നാണ്. എൻ്റെ ഒരു കാര്യത്തിൽ ഞാനാണ് എനിക്കുള്ള ചിലവ് ഞാൻ ജോബ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്യുന്നുള്ളത്. പിന്നെ ഞാൻ തെറ്റ് ചെയ്യുമെന്നുള്ളത് എനിക്കും അറിയാം, എൻ്റെ ഫാമിലിക്ക് അത് എൻ്റെ ഉമ്മാക്കും അറിയാം. പിന്നെ ഒരാളെ ബോധിപ്പിക്കേണ്ട ആവശ്യം എനിക്കില്ല. അപ്പോൾ പെൺകുട്ടികളിങ്ങനെ പറയുന്നതിന് അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പിന്നെ ഈ വൾഗറായിട്ട് ചെയ്യുന്ന പോലത്തെ വീഡിയോസ് നമ്മൾ ചെയ്യലില്ല. തട്ടില്ലെങ്കിലും ഇട്ടെങ്കിലും അത് അവരവർ പേഴ്സണൽ അല്ലേ, നമുക്ക് തോന്നണം ഇതൊരു ബോറാണ് ഇത്.